ടൗൺഷിപ്പിലെ വീടുകളിൽ നടത്തിയ പരിശോധനയെ ന്യായീകരിച്ച് വീണ്ടും റവന്യൂ മന്ത്രി കെ രാജൻ. വീടിന്റെ മേൽക്കൂരയിൽ കണ്ടത് വിള്ളലല്ല, വെള്ളം കിനിഞ്ഞിറങ്ങിയത് അടയാളപ്പെടുത്തിയ പെൻസിൽ വരയാണെന്ന് തെളിയിക്കാനാണ് ഉരച്ചുനോക്കിയത്. കൂലിപ്പണി രാജൻ എന്ന വിളി അപമാനമായി താൻ കരുതുന്നില്ലെന്നും മന്ത്രി വിശദീകരിച്ചു. ഇന്നേക്ക് 10ാം ദിവസം പണി പൂർത്തിയാക്കി കൈമാറുമെന്നും മന്ത്രി അവകാശപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവ ചർച്ചയാണ് വയനാട് ടൗൺഷിപ്പ്. ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളലുണ്ടെന്ന പ്രചരണം ശക്തമായതോടെയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മന്ത്രി കെ രാജൻ വീടുകൾ സന്ദർശിച്ചത്. ഇത് സോഷ്യൽ മീഡിയയിലടക്കം നെഗറ്റീവ് ചർച്ചകൾക്ക് വഴി തുറന്നതോടെയാണ് വീണ്ടും വിശദീകരണവുമായി മന്ത്രി തന്നെ രംഗത്തെത്തിയത്. വീടിന്റെ മേൽക്കൂരയിൽ കണ്ടത് വിള്ളലല്ല, പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ അത് ഉറപ്പുവരുത്താനാണ് താൻ കയറി നോക്കിയത്. അവിടെ വാട്ടർ ബോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയപ്പോൾ 2 വീടുകൾക്ക് വെള്ളം കിനിഞ്ഞു പോകുന്നതായി കണ്ടു. ഈ സ്ഥലങ്ങൾ നോക്കിയെടുത്ത് അവിടുത്തെ നിർമ്മാണ കമ്പനിയുടെ എഞ്ചിനീയർമാർ തന്നെയാണ് ആ ഭാഗത്തിന് ചുറ്റും എഞ്ചിനീയർമാർ തന്നെ പെന്നുകൊണ്ട് ഒരു മാർക്ക് നടത്തേണ്ടതായിട്ടുള്ളത്. സന്ദർശനത്തിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്ന പരിഹാസങ്ങളെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ ഇടറി. ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കളക്ട്രേറ്റിലെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഇരുന്നു കൊണ്ട് പ്രോട്ടോകോളിന്റെ വലിപ്പം പറഞ്ഞു നിന്നവരായിരുന്നില്ല ഞങ്ങളാരും. ഞങ്ങൾ എന്നുദ്ദേശിച്ചത് നമ്മളാരും. ഏതെങ്കിലും വിധത്തിൽ നൗഫലിനെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാതെയോ ആക്രമിക്കാവുന്ന ഒരു പണിക്കുമായി മുതിരരുത്. 10 ദിവസത്തിനുള്ളിൽ വീടുകൾ കൈമാറുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ഏറ്റവും ഉറപ്പായ 5 വർഷക്കാലത്തെ ഡിഫക്റ്റ് ലയബിലിറ്റി ഉള്ള 7 വർഷം മുതൽ 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളോട് കൂടിയിട്ടുള്ള വീട് പണിത് കൊടുക്കാം എന്ന കരാറ് ബന്ധപ്പെട്ടവർ നടപ്പിലാക്കിയേ മതിയാകൂ. വെള്ളം ലീക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തും. വെള്ളം കിനിഞ്ഞില്ലെന്ന് ഉറപ്പാക്കിയാൽ വാട്ടർ പ്രൂഫിംഗ് നടത്തുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.